അങ്ങനെ പാലക്കാട്ടെ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. പ്രചാരണമൊക്കെ പരമാവധി കൊഴുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും. അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും റോഡ് ഷോയോടുമൊക്കെയാണ് പ്രചാരണം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് പി സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും പങ്കുവയ്ക്കുന്നത്. പാലക്കാട് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, കഴിഞ്ഞ ഒരു മാസക്കാലമായി ശാന്തകുമാർ അവിടെ പാലക്കാട്ടുണ്ട്. പാലക്കാട്ടുകാരനാണെങ്കിലും കോഴിക്കോടായിരുന്നു ഇത്രയും നാൾ. അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി പാലക്കാട്ടെ രാഷ്ട്രീയ ചലനങ്ങൾ ഓരോന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവസാന ദിവസമാണ്, പരസ്യപ്രചാരണം തീരുന്ന ദിവസമാണ്. സ്ഥിരമായി നോക്കിക്കൊണ്ടിരുന്നത് LDFന്റെ ചലനങ്ങളായിരുന്നെങ്കിൽ കൂടി നമുക്കിപ്പോൾ മൂന്ന് പേരുടെയും കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വിശദമായി അടുത്ത മണിക്കൂറിൽ എത്തിക്കാമെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും എത്തിക്കുകയാണെങ്കിൽ മൂന്ന് പേരും തികഞ്ഞ പ്രതീക്ഷയിലാണ്. ശക്തമായ ത്രികോണ മത്സരമാണ്. മണ്ഡലത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്രയും കടുത്ത പോരാട്ടം നടക്കുന്നത്. മൂന്ന് പേരും ഒരുപോലെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ്. ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പ്രചരണത്തിന്റെ പോക്ക്? ഇന്ന് എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവം തന്നെയാണ്. ആ ഉത്സവത്തിൻ്റെ കൊട്ടിക്കലാശമാണ് ഇന്ന്. ഒരു ജനാധിപത്യ ഉത്സവത്തിൻ്റെ കൊട്ടിക്കലാശം തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് വലിയ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് മൂന്ന് മുന്നണികളും നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാവരും, മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഇന്ന് അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തന്നെയാണ്. അത് വോട്ടർമാരെ നേരിൽ കണ്ടും കൂട്ടായ്മകളെ പോയി നേരിൽ കണ്ടും എല്ലാം വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയാണ് ഇന്ന് അവരുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുമുള്ളത്. രാവിലെ നേരത്തെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. ഇന്നത്തെ കൊട്ടിക്കലാശം അതൊരു ഉത്സവ ആഘോഷമാക്കാൻ തന്നെയാണ് എല്ലാ മുന്നണികളും ശ്രമിക്കുന്നത്. പോലീസ് അവയെല്ലാം നിയന്ത്രിക്കുന്നതിനും അവയെല്ലാം ഒരു മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ നേതൃത്വത്തിലുള്ള കൊട്ടിക്കലാശത്തിൻ്റെ തുടക്കമാകും. ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ LDFൻ്റെയും അതുപോലെ തന്നെ UDFൻ്റെയും കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പുകളും അവർ ഒരു 3 മണിക്ക് ശേഷം അവരും ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഒരു വലിയ രീതിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കരയിലും വയനാട്ടിലും ഒന്ന് കണ്ടതുപോലെയുള്ള ഒരു അവസ്ഥയെ അല്ല ഈ പാലക്കാടുള്ളത്. കാരണം പാലക്കാട് ത്രികോണ മത്സരം, ആ ത്രികോണ മത്സരം തുടക്കം മുതലേ ഉണ്ട്. ഇവിടെ കഴിഞ്ഞ 2 ടേമിലായി LDF 3-ം സ്ഥാനത്താണ്. ആ 3-ം സ്ഥാനത്തുള്ള LDFനെ ഒരു കോൺഗ്രസിൽ നിന്ന് വന്ന സരിൻ സ്ഥാനാർത്ഥിയായതോടുകൂടി പ്രചരണ രംഗത്ത് മാധ്യമങ്ങൾക്കിടയിൽ എല്ലാം വലിയ ശ്രദ്ധ നേടിയ സ്ഥാനാർത്ഥിയായി സരിൻ മാറി. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പാലക്കാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, വിവാദങ്ങൾ, വിഷയങ്ങൾ എല്ലാം അതുപോലെ തന്നെയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സൂചിപ്പിച്ചാലും NDA സ്ഥാനാർത്ഥി ആരാവും എന്നുള്ളത് ആദ്യഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു. പിന്നീട് പാലക്കാട്ടുകാരൻ തന്നെയായ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവുന്നു. അതിനകത്ത് പല എതിർപ്പുകൾ ഉണ്ടാവുന്നു. ആ എതിർപ്പുകളെല്ലാം മാറുന്നു. പിന്നീട് പ്രചരണ രംഗത്ത് വരുന്നു. ശോഭാ സുരേന്ദ്രൻ പ്രചരണ രംഗത്ത് എത്തില്ല എന്നുള്ള പ്രചരണമുണ്ടായിരുന്നു. പിന്നീട് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു. കോൺഗ്രസിലാണെങ്കിൽ K മുരളീധരൻ എത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് K മുരളീധരൻ എത്തിയിരുന്നു. അങ്ങനെ അതിനിടയിലാണ് KPM ഹോട്ടലിലെ ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെ സമ്പൂർണമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ നിരവധി വിഷയങ്ങളാണ്. അത് വികസനവും രാഷ്ട്രീയവും മാത്രമല്ല, വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അതിലേറ്റവും ശ്രദ്ധേയമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചോ കൂടുതൽ ചർച്ച ചെയ്യാൻ പാലക്കാട് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം മറ്റ് പല വിവാദങ്ങളും അന്നുണ്ടാകുന്ന വിഷയങ്ങളും മാത്രമാണ് പാലക്കാട് ചർച്ച ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തവും വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്ത പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശം. ഈ കൊട്ടിക്കലാശം ഏത് രീതിയിൽ മികവുറ്റതാക്കണം എന്നുള്ള എല്ലാ 3 മുന്നണികളും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും ചെയ്തു. മൂന്ന് മുന്നണികളുടെയും ഇന്നത്തെ വിശേഷങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശാന്തകുമാർ വെള്ളാലത്ത് പറഞ്ഞത്. ഇനി കഴിഞ്ഞ കുറച്ച് ദിവസമല്ല, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇടതുമുന്നണിയുടെ ചലനങ്ങൾ വളരെ കൃത്യമായാണ് പ്രേക്ഷകരിലേക്ക് ശാന്തകുമാർ എത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു അവസാന ദിവസത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കൃത്യമായ കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ കണ്ണാടിയിലും മാത്തൂരുമൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഇടതുമുന്നണി കാഴ്ചവെച്ചിരുന്നു. ശാന്തകുമാർ, ഒരൊറ്റ ചോദ്യം, ഇക്കുറി നഗരസഭയിൽ ക്ലച്ച് പിടിക്കാൻ ഇടതുമുന്നണിക്കാകുമോ ഇതുവരെയുള്ള ഒരു പ്രചരണം വെച്ച് നോക്കുകയാണെങ്കിൽ? അവർ മൂന്ന്
പാലക്കാട് നഗരസഭയിലും അതുപോലെ മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിലും മൂന്നിടത്തിലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ന് രാവിലെ പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത്. താഴെ തട്ടിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ, മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചുമതല വഹിക്കുന്ന ബൂത്തുകൾ, ആ ബൂത്തിലെ ഓരോ 10 വീടുകൾ വീതമുള്ള ഓരോ സ്ക്വാഡുകൾ ഉണ്ടാക്കി അങ്ങനെ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുകയും ആ വോട്ട് LDFിൻ്റെ പെട്ടിയിൽ വീഴുന്നത് വരെയുള്ള പ്രവർത്തനം സമ്പൂർണ്ണമാക്കുക എന്ന് തന്നെ ഓരോ നേതാക്കന്മാരുടെ ലക്ഷ്യം. അതെല്ലാം കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് LDFിൻ്റെയും വിലയിരുത്തൽ. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും LDF പുറകിലുള്ള ഒരു പഞ്ചായത്ത് നേരത്തെ പിരായിരി പഞ്ചായത്തായിരുന്നു. പക്ഷേ പിരായിരി പഞ്ചായത്തിൽ കോൺഗ്രസിനകത്തുണ്ടായ സംഘടനാപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് വിട്ടുപോകുന്നവർ, കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് അംഗം തന്നെ പിരായിരിയിൽ നിന്ന് രാജിവെച്ച് LDFിനോടൊപ്പം പ്രവർത്തിക്കാനും CPMനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചത്. അങ്ങനെ അവയെല്ലാം അത്തരം പ്രതിസന്ധികൾ കോൺഗ്രസിന് ഉണ്ടാക്കുകയും ആ പ്രതിസന്ധികൾ മുതലാക്കി അവയെല്ലാം വോട്ടാക്കി മാറ്റുന്നതിനുള്ള എല്ലാ ശ്രമവും LDFിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അവർ മാത്തൂരിലും അതുപോലെ തന്നെ പിരായിരിലുമാണ് UDFിന് കൃത്യമായ മേൽക്കൈയുള്ളത്. ആ മേൽക്കൈ ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയിൽ അതുപോലെ തന്നെയാണ് NDAക്ക് വലിയ സ്വാധീനമുള്ളതാണ്. NDAയുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും താഴെ തട്ട് മുതൽ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും ഓരോ ബൂത്തുകളാക്കിയും മാറ്റിയും വീടുകളുടെ ഓരോ മേഖലകളാക്കി തിരിച്ചും അവയ്ക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സംഘടനാ രീതി അനുസരിച്ച് അവയെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാനും ആ മോണിറ്റർ ചെയ്ത് അവയെല്ലാം നടപ്പാക്കാനും അതിലെ വീഴ്ചകളുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിക്കാനും അവർക്ക് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുതന്നെയാണ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി UDFിന്റെയും BJPയുടെയും കൂടി കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ വലിയ പ്രതിരോധത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഒടുക്കം സന്ദീപ് വാര്യരെയൊക്കെ പാർട്ടിയിലേക്ക് എത്തിച്ച് മുന്നണിയിലേക്കൊക്കെ എത്തിച്ച് ഒന്ന് മേൽക്കൈ നേടാൻ UDFിന് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. ആദ്യം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കുറേയൊക്കെ പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജയിച്ച് നിൽക്കുകയാണ്, തിളങ്ങി നിൽക്കുകയാണ് UDF ക്യാമ്പ്. BJP ആവട്ടെ ഇക്കുറി പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം, കൃഷ്ണദാസ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് തന്നെ പാലക്കാട് ബംഗളൂരു വന്ദേ ഭാരതും അതുപോലെ തന്നെ പാലക്കാടിന് എയിംസും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് മുന്നണികളുടെയും ഒരു അവസാനം കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾക്കിടയിലുള്ള ഒരു ചർച്ച, കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ്? അതിനിടെ നേരത്തെ സൂചിപ്പിച്ചത് വികസനങ്ങളും അല്ലെങ്കിൽ വികസന പോരായ്മകളും കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യുന്നതിനപ്പുറം രാഷ്ട്രീയ പാർട്ടി സംഘടനകൾക്കുള്ളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എന്നും എല്ലായ്പ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്ത് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് UDFിലും അതുപോലെ തന്നെ NDAയിലുമാണ്. ഏറ്റവും അവസാനം NDAയിൽ BJPയിൽ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത് ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കിയെന്ന് UDFിന് പ്രചരിപ്പിക്കാൻ കഴിയുമ്പോഴും അവയൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ് എന്ന് K. സുരേന്ദ്രൻ പറയുകയും അവയെല്ലാം പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. താഴെ തട്ടിൽ വലിയ നല്ല തോതിൽ വോട്ടുള്ള മേഖലയാണ് പാലക്കാട് BJP. അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതിനെല്ലാം അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. UDF ആണെങ്കിൽ UDFിന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ നേതാക്കളും മുഴുവൻ സമയം ഇവിടെയുണ്ട്. അത് KPC പ്രസിഡന്റ് ആണെങ്കിലും ശരി, പ്രതിപക്ഷ നേതാവാണെങ്കിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യം ഓരോ ബൂത്തുകളിലും ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് തന്നെ ഇവരുടെ കണക്കുകൂട്ടലുകൾ തയ്യാറാക്കി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. ആ നേട്ടത്തിന് UDFിന്റെ ശാന്തകുമാർ, കോട്ട ആര് പിടിക്കും എന്നുള്ളത് അറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ പാലക്കാട് വിധിയെഴുതും. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അത് നഷ്ടപ്പെട്ടാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് വലിയ വെല്ലുവിളിയാവും. BJPയെ സംബന്ധിച്ച് മണ്ഡലം പിടിച്ചില്ലെങ്കിൽ അത് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്കും അത് വലിയൊരു ക്ഷീണമാണ്. ഇനി ഇടതുമുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ അത് ജീവൻ മരണ പോരാട്ടവുമാണ്. നമുക്ക് കണ്ടറിയാം ഇനി എങ്ങനെയാണെന്ന്. അങ്ങനെ പാലക്കാടിൻ്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കിയുള്ള 34 ദിവസങ്ങൾ. ആ 34 ദിവസവും നടന്ന കാര്യങ്ങൾ അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ന്യൂസ് മലയാളം. ഇനിയും ഈ പാലക്കാടൻ കോട്ട ആര് കാക്കും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കും വരെ ആ കാഴ്ചകൾ ഇതേ രീതിയിൽ തന്നെ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം സജ്ജമാണ്. പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശം.
മത്സരമാണ്. കലാശപ്പോരിന്റെ ആവേശം ഒട്ടും ചോരാതെ അതും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ വിപുലമായ സംഘം, ന്യൂസ് മലയാളത്തിന്റെ വിപുലമായ സംഘം പാലക്കാട് സജ്ജമായി നിൽപ്പുണ്ട്. വരും മണിക്കൂറുകളിൽ വളരെ വിശദമായ വിശകലനങ്ങളിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കും നമുക്ക് മടങ്ങാം.